എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു ബേബിയുടെ ഫുഡ് റൊട്ടീൻ വീഡിയോ ചെയ്യാവുമെന്ന്. അതുപോലെ തന്നെ മമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും മമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫുഡ് റൊട്ടീൻ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന്. സോ ഒരു ഫുഡ് റൊട്ടീൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ 3 days വെച്ചിട്ട് പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു കേട്ടോ. 6 മന്തിൽ ഞാൻ എന്തൊക്കെയാണ് കൊടുത്തേ എന്നറിയാൻ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യും. 7th മന്തിൽ നമുക്ക് 2 items വെച്ച് ബേബിക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റാഗിയാണ് രാവിലെ നൈവ ബേബിക്ക് കൊടുക്കാൻ എടുത്തേക്കുന്നത്. റാഗി തലേന്ന് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. പിന്നെ ഒരു ബൗളിൽ കാഷ്യൂ, ബദാം, ഈന്തപ്പഴം സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. റാഗി 3 സ്പൂണാണ് സോക്ക് ചെയ്യാൻ വെച്ചത്. നിങ്ങളുടെ ബേബി കഴിക്കുന്ന അനുസരിച്ച് റാഗിയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സോ നൈവ ബേബി രാവിലെ എഴുന്നേറ്റു. ഇപ്പം ടൈം 8 o'clock ആണ് കേട്ടോ. എഴുന്നേറ്റ ഉടനെ പാല് കുടിക്കാറാണ് പതിവ്. ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതാട്ടോ തലേന്ന് ഞാൻ സോക്ക് ചെയ്ത് വെച്ച റാഗി. ഇത് ഒന്നുകൂടി ഒരു ബൗൾ വെള്ളത്തിൽ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം റാഗി കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ബദാം, കാഷ്യൂ, ഈന്തപ്പഴം ആ സോക്ക് ചെയ്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാം സെപ്പറേറ്റ് സാധനങ്ങളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഇൻഫെക്ഷനോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. നന്നായി ബീറ്റ് ചെയ്തെടുത്ത റാഗി നമുക്ക് അരിച്ചെടുക്കാം. ബേബിയുടെ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ കിച്ചൺ പ്രോഡക്ട്സിൻ്റെ കൂട്ടത്തിൽ വെക്കാതെ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ബേബി പ്രോഡക്റ്റ്സ് എല്ലാം എടുക്കുമ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഡെയിലി ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അരിച്ചെടുത്ത റാഗിയിലേക്ക് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് ആഡ് ചെയ്താലും മതി. ഇനി അതിനുശേഷം അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ബദാം, കാഷ്യൂ, ഈന്തപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിക്കുക. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് സ്റ്റൗ ഓണാക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. 2 minutes കൊണ്ട് തന്നെ റാഗി റെഡിയാവും കേട്ടോ. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. സ്റ്റാർട്ടിംഗ് ഒക്കെ അതായത് 6 മന്തിലൊക്കെ ഞാൻ റാഗി നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 7th month ആയപ്പോൾ കുറച്ച് തിക്നെസ്സോടെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിയോടെയാണ് വാവയ്ക്ക് കൊടുക്കുന്നത്. 1 minute വെച്ചാൽ തന്നെ ഇതിങ്ങനെ കുറുകി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കുറുക്കി എടുക്കണം. കണ്ടില്ലേ, ഇത് ഞാൻ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടത് ബോയിലായി വരുന്നുണ്ട് കുറുക്ക്. ഇനിയിപ്പോൾ പെട്ടെന്ന് തിക്കാവും. കണ്ടോ, ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വാവയ്ക്ക് കൊടുക്കാറുള്ളത്. സോ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. തലേന്ന് സോക്ക് ചെയ്ത് വെച്ച റാഗി, ഈന്തപ്പഴം, കാഷ്യൂ, ബദാം, പിന്നെ അല്പം പാല്. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ റാഗി ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇനി കുറച്ച് നേരം നമുക്കിത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഞാൻ റാഗി ഉണ്ടാക്കുന്ന ടൈമിൽ നൈവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നൈവ ഉറങ്ങിയ ടൈമിലാണ് ഞാൻ പോയി റാഗി കുക്ക് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. അത് ഈ ഒരു ബോട്ടിലാണ് കൊടുത്തത് കേട്ടോ. റാഗി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേബിയുടെ ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ വിസ്ക് വെച്ചിട്ട്. റാഗി കുറുക്കുന്ന ടൈമിൽ നമുക്ക് സ്പൂണിന് പകരം വിസ്ക് വെച്ച് വേണമെങ്കിലും ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെയാണ് ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ച കുറച്ച് പ്രോഡക്റ്റ്സ് കേട്ടോ. സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഹോളായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇതാണ് ഞാൻ മെയിൻലി നൈവിന് യൂസ് ചെയ്യുന്ന കുഞ്ഞു ബൗൾ. ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റാഗി ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. വാവയുടെ മൂഡ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ ഇത് മൊത്തവും കഴിക്കും, ചിലപ്പോൾ മൊത്തവും കഴിക്കത്തില്ല. 6th month ഫ്രൂട്ട്സും റാഗി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കൊടുത്ത് നോക്കിയിട്ടാണ് കേട്ടോ ബേബിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ മനസ്സിലായത്. ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വാവയ്ക്ക് റാഗി കൊടുക്കാറ്. ഇതിലിരുത്തി കേട്ടോ ഞാൻ റാഗി കൊടുക്കാറ്.
റാഗി മാത്രമല്ല സോളിഡ്സ് എല്ലാം ഇതിൽ എത്തി കൊടുക്കും. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന് ഇങ്ങനെ ആ പ്ലേസസൊക്കെ കാണിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളെങ്ങനെ ബേബിക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എപ്പോഴും റാഗി എന്നല്ല, എന്ത് കൊടുത്താലും ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളവും കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളിത് ഇത്രയും കഴിച്ചു കേട്ടോ. ഇനി കുറച്ച് നേരം ഇങ്ങനെ കളിച്ചതിന് ശേഷം പോയി കുളിച്ച് ഫ്രഷപ്പ് ആകും കേട്ടോ. കുളിച്ച് ഫ്രഷപ്പായി കിടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. സൈക്ലിംഗ് ചെയ്യുവാണോ നൈബു? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ചിലോട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് കളിച്ചുകൊണ്ടൊക്കെ കിടന്നിട്ട് പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചിട്ടാണ് പിന്നെ ലഞ്ച് കൊടുക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ ചില ഡേയ്സ് നമ്മൾ എന്താണോ കഴിക്കുന്നത്, ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തന്നെ പറഞ്ഞല്ലോ, ഡെയിലി ബേബിയുടെ ബോട്ടിൽസ് എല്ലാം ഇങ്ങനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാറുണ്ട്. ഇത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇനി ലഞ്ചിന് കൊടുക്കാൻ പോകുന്നത് റൈസും ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് ലഞ്ചിന് കൊടുക്കാൻ പോകുന്നത്. അത് 7th മന്ത് വാക്സിനേഷൻ എടുക്കാൻ പോയപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ടൈമിൽ ഡോക്ടർ തന്നെ പറഞ്ഞതാണ് കേട്ടോ, റൈസും ക്യാരറ്റും കൂടി നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് മിക്സിയിട്ട് അടിച്ചെടുത്ത് കൊടുക്കാമെന്നുള്ളത്. അതിനായിട്ട് ക്യാരറ്റ് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് കൊടുക്കാം. നൈവ് ആ ടൈം ഉറക്കമൊക്കെ എണീച്ച് അപ്പൂപ്പൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ക്യാരറ്റ് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. നമുക്കൊരു വിസ്ക് വെച്ച് കുത്തി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ക്യാരറ്റും കുറച്ച് റൈസും കൂടെ ഞാൻ 2 ബൗളിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിട്ട് അരച്ചെടുക്കാം. മിക്സിയിട്ട് അരച്ചില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ബൗൾ വിത്ത് സ്മാഷറാണ്. ഇതിനകത്ത് ചോറിട്ട് നമ്മൾ ക്യാരറ്റ് ഒന്ന് അരച്ചെടുത്ത് അതിലിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഞാൻ അങ്ങനെയും വാവയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഞാൻ വാവയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ച ബ്ലെൻഡറാണ്. അതുപോലെ തന്നെ ചോറ് നന്നായിട്ട് അവിച്ചിട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് അവിച്ചിട്ട് ഇത് 2 സെപ്പറേറ്റ് ആയിട്ട് ഞാൻ സ്മാഷർ കാണിച്ചില്ലേ, ആ സ്മാഷറിലിട്ട് സ്മാഷ് ചെയ്തിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. ഇത് ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പം ഞാൻ വാവയ്ക്ക് കൊടുക്കുന്നത്. എല്ലാം കുറച്ച് ടൈം എടുത്ത് കേട്ടോ കഴിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ചെയറിൽ ഇരുത്തി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കൊണ്ട് നടന്ന് ഇങ്ങനെ തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ച് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സ് കൈ കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അത് നമ്മുടെ ഓരോ ബേബീസും ഓരോ രീതിയായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞുള്ള കളിയും ചിരിയായി കാണുന്നത്. ഈവനിങ് ആയിട്ടുണ്ട്, ഈവനിങ്ങിൻ്റെ കളിയും ചിരിയാണ് കാണുന്നത്. എന്നിട്ട് 7th മന്ത് ആയപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 4:30 ആകുമ്പോൾ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ട് ബേബിക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് നേരമൊക്കെ അത് വെച്ച് ഇങ്ങനെ കളിച്ചൊക്കെ ഇരിക്കും. പിന്നെ കുറച്ചായിട്ടൊക്കെ കഴിക്കും. ചില ഫ്രൂട്ട്സൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും റീഫിൽ ചെയ്ത് കൊടുക്കും. ചിലത് ഇങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഓറഞ്ചാണ് കൊടുത്തത്. ഓറഞ്ചിൻ്റെ പുളിപ്പ് കൊണ്ട് ആളിങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നത്. നമുക്ക് എന്ത് ഫ്രൂട്ട് ഐറ്റംസ് വേണോ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ചൊന്ന് ബോയിൽ ചെയ്തിട്ട് ഇതിനകത്തിട്ട് കൊടുത്താലും പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് ഈവനിങ് ഫുഡ് ഐറ്റം എന്താണെന്നുള്ളത് കാണാം. ഒരു ഡേ ഒരു 3 ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് സെർലാക്കാണ് കേട്ടോ. ഇത് വീറ്റ് ആൻഡ് ആപ്പിളിൻ്റെ സെർലാക്കാണ്. ഇതിന് മുന്നേ ഞാൻ മേടിച്ച് കൊടുത്തിരുന്നത് വീറ്റ് ആപ്പിൾ ക്യാരറ്റിൻ്റെ സെർലാക്കായിരുന്നു. അത് കഴിക്കാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല, ഇത് കഴിക്കുന്നുണ്ട്. സിക്സ്ത് മന്തിൽ ഒറ്റ ഫുഡ് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്തത്. 3 days ഒരു ഫുഡ് ഐറ്റം കൊടുത്ത് ബേബിക്ക് അലർജിക് ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നെക്സ്റ്റ് ഫുഡ് ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈവനിങ്ങിൽ ഫുഡും കൂടെ കഴിയുമ്പോൾ ആ ഒരു സന്ധ്യ ടൈമൊക്കെ ആകുമ്പോൾ വീണ്ടും ഒന്ന് കിടന്നുറങ്ങും കേട്ടോ. ഇതിപ്പോൾ നൈറ്റ് ഒന്ന് ഉറങ്ങാനായിട്ട് കൊണ്ട് കിടത്തിയതാണ്. ആ സമയത്തെ കളിയാട്ടോ ഇത്. ഒളിച്ച് കളിക്കാനായിട്ട് വലിയ ഇഷ്ടം. അപ്പോൾ അങ്ങനെ കളിച്ച് ഒന്ന് ക്ഷീണിക്കുമ്പോഴത്തേക്കും വീണ്ടും പാല് കുടിക്കും. ഈവനിങ് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഫുള്ള് പാല് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ പാല് കുടിച്ചിട്ട് ആൾ കിടന്നുറങ്ങിക്കോളും. അപ്പോൾ ഈ ഫുഡ് റൂട്ടീൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. ലവ് യു ഓൾ.